നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 5-ൽ ശനി, 6-ൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ വ്യാഴം, 10-ൽ കേതു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ചന്ദ്രൻ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. പൂർവോപാസിത ദേവകോപം അശുഭം ജായാത് അനൂജാപതം. പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ദൈവകോപമുണ്ടാവുക. ജായാത് അനൂജാപതം, സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും രോഗാദി അരിസ്തുകൾ വരിക. ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം. അച്ഛന് രോഗമുണ്ട്, അച്ഛൻ്റെ മരണം സംഭവിക്കും. ദുഷ്കൃതികൾ ഉണ്ടാവുക, ഗുരുവിൻ്റെ ശാപം ചെയ്യുക, ഗുരു ശത്രുവാവുക, പിതാവ് ശത്രുവാവുക. ഇതൊക്കെയാണ് 9-ാം ഭാവാധിപനായ ഗ്രഹം ദുർബലമായി നിന്നാലുള്ള യോഗം. ഇവിടെ ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല. അതിനാൽ ഈ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പൈതൃകമായ ദുരിതങ്ങൾ തനിക്ക് ഉണ്ടാവുക. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്തേ മതിയാവുകയുള്ളൂ. ധർമ്മദേവ സംഘത്തിൽ പോകണം, അവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. പ്രത്യേകിച്ച് പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം ശിവക്ഷേത്രത്തിൽ ഈ വാരം. തനിക്ക് ശത്രുദോഷം മാറണം, ശത്രുമുട്ടി ചെയ്യണം. ശത്രുക്കൾ വരും തൻ്റെ പിറകെ തന്നെ. എന്നാൽ ഏകാരിഹി മൃദുകായ വന്യമദന തീഷ്ണ അലസരികേ. ആര് ചന്ദ്രൻ വരുമ്പോൾ എന്താ ഫലം പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ഏകാരിഹി, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും ആറ് ചന്ദ്രൻ വരുമ്പോൾ. മൃദുകായ വന്യമദന തീഷ്ണ അലസശ്ച, തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും, ആലസ്യം പ്രകടിപ്പിക്കും. വളരെ മാർദ്ദവമായി ആലസ്യത്തോടുകൂടി കാര്യങ്ങൾ നേടും. പല കാര്യങ്ങളും ഉത്സാഹമുണ്ടാകില്ല. ഇതാണ് 6-ലെ ചന്ദ്രൻ്റെ ദോഷം. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു രിബോജായതേ വിഗ്രഹണാഭിരാജ ജിതാസ്തഹി ഭൂയോ വിധോ സമ്പദന്തി. 6-ൽ ചന്ദ്രൻ വരുമ്പോൾ യുദ്ധം വരും, ശത്രു ജയിക്കും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും. തഥാ അഗ്രേരയോ നിഷ്പ്രഭ ഭൂയസാഭി, എങ്കിലും ശത്രുക്കളെ താൻ കീഴ്പ്പെടുത്തും. പ്രതാപോജ്വലോ മാതൃശീലോ തദ്വൽന, പ്രതാപം കൊണ്ട് ഉജ്ജ്വലത പ്രകടിപ്പിക്കും. ഇവിടെ അനാവശ്യമായ വ്യാഴം അഷ്ടമത്തിലാണ്. അനാവശ്യമായി കാശൊക്കെ മുടക്കി വേണ്ടാത്ത പൊങ്ങച്ചങ്ങൾ പ്രകടിപ്പിക്കും. പ്രതാപം കൊണ്ട് താൻ വലിയ ആളാണെന്ന് പ്രകടിപ്പിക്കും. ഇപ്പോൾ ധർമ്മദേവ സങ്കേതത്തിൽ ഉദാഹരണത്തിന് ഉത്സവങ്ങളുണ്ടെങ്കിൽ അനാവശ്യമായി വലിയ തുക ഡൊണേറ്റ് ചെയ്യും, വലിയ ആളാകാൻ ശ്രമിക്കും. അമ്മയെ ശുശ്രൂഷിക്കണം. അമ്മ ശത്രുവായി മാറുന്ന സമയമാണ്. അമ്മക്കാണ് സമയദോഷം. അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. അതിനാൽ ഒരു ജാഗ്രത വിഷയം വളരെ നല്ലതാണ്. അനാവശ്യമായ ദുരഭിമാനം തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന വാരമാണിത്. കാശും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഭാഗത്തുണ്ടാകുക, അനാവശ്യ ദുർവാശികൾ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, പൊങ്ങച്ചങ്ങൾ കാണിക്കുക. അപ്പോൾ വളരെ ജാഗ്രത പാലിച്ചു കൊള്ളുക. മര്യാദക്ക് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കും, സമാധാനമുണ്ടാകും. വാഹനാപകടം വളരെ കൺമുന്നിലുണ്ട്, ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.